ഇവിടെ വേറൊരു സംഭവം നടന്നു. വിശന്ന് വലഞ്ഞപ്പോ എന്തെങ്കിലും കഴിക്കാൻ വെച്ച് ഞാൻ പുറത്തുപോയി. തിരിച്ചു വന്ന് ഡോർ തുറക്കുമ്പോ അപ്പുറത്തെ ഫ്ലാറ്റിലെ ഒരു സ്ത്രീ ആരാ എന്താ എന്നൊക്കെ എന്നോട് ചോദിച്ചു. പിന്നെ 2-3 പേര് വന്ന് ക്വസ്റ്റ്യൻ ചെയ്തു. ഞാൻ റാമിന്റെ ഭാര്യയാണെന്ന് അവരോട് പറയേണ്ടി വന്നു. മൈ ഗോഡ്, അങ്ങനെയാണല്ലോ നമ്മൾ മറ്റേ വീട്ടിലും പറഞ്ഞത്. എന്നാലും പിന്നെ അത് ഭാര്യയാണെന്ന് എന്തിനാ പറഞ്ഞത്? ഇതാകെ കുഴപ്പമായല്ലോ. ഏതോ ഒരു പെണ്ണ് വന്ന് റാമിന്റെ ഫ്ലാറ്റിൽ കയറുക പറഞ്ഞാല് അത് അതിലേറെ കുഴപ്പമല്ലേ? പെട്ടെന്ന് എനിക്ക് അങ്ങനെയാ തോന്നിയത്. അതെ ശരിയാണ്, പക്ഷെ ഞാൻ ആരെങ്കിലും ചോദിച്ചാൽ ഞാൻ ഇവിടെ ഇല്ലാന്ന് പറഞ്ഞേക്കെ. ഒരു ചില്ലി കാശി ചെലവില്ലാതെ ദേശാപ്പീസ് വെച്ച് കാര്യം സാധിച്ചു കളഞ്ഞു അല്ലേ? ബാത്റൂമിലെ വഴിക്ക് ഉഴുന്തുടുത്തോണ്ട് പോയി சொல்லி ஏமாத்திட்டிருக்கியா? எப்படி இருக்கேம்மா? நல்லா இருக்கு. உன் பேர் என்ன? ஜோதி மேனன். அப்பா மக்கள்லாம் தெரியாம இப்படி திருட்டு கல்யாணம் பண்ணலாமா? What mommy? That is their villain wish. ஆனாலும் பொண்ணு மகாலட்சுமி ஆட்டம் இருக்கா. நீ ரொம்ப கொடுத்து வச்சிருக்க. ओए रामू, तू सानू ट्रीट नहीं दित्ती, कोई गल नहीं, आसी तन्नू मिठाई खिलाने। ओ सोनियो, मिठाई खिलाओ इन्हां नू। लीजिए ना. ओ खा यार खा। ആ നിക്ക്. ചടങ്ങില്ലാത്ത കല്യാണല്ലേ, ഇതൊരു ചടങ്ങായിക്കോട്ടെ. முதல்ல பொண்டாட்டிக்கு கொடுக்கட்டும், அப்புறமா ராமு சாப்பிட்டா ए ठीक है। ओ रामू दे यार दे। ராமு கொடு கொடு. खाने यार, खा दे। ஷாய் வெக்கப்படுது. சிக்கன் நீ சாப்பிடு. ஏய் நான் அப்புறம் சாப்பிட்டுக்கிறேன். அதெல்லாம் முடியாது. खा यार खा। വെരി ഗുഡ് വെരി ഗുഡ്. ഹണിമൂൺ ട്രിപ്പ് ഒന്നും ഇല്ലേ രാമു? അത് ഞാൻ നാളെ തീരുമാനിക്കും, വിവരം അറിയിക്കാം. இனிமே நான் உங்க கூட பேசவே மாட்டேன். என்கிட்ட ஒரு வார்த்தை கூட சொல்லலையே. Okay, ladies and gentlemen, it's getting very late. Let them take rest. Come on, we'll push up. हाँ जी चलो सारी ओके रामू, गुड नाइट, एंजॉय योरसेल्फ. ഇനി യഥാർത്ഥ കല്യാണം കഴിക്കുമ്പോ ഈ ഡിസ്ട്രിക്റ്റ് തന്നെ വിടേണ്ടി വരും. I'm sorry റാം. ജാതകപ്രകാരം ഇപ്പൊ കഷ്ടകാലം എനിക്കാന്നാ തോന്നണേ. പോട്ടെ, സാരില്ല. ചീത്ത പേരിൽ നല്ലത് ഒരു കണക്കിന് ഇത് തന്നെയാ. ഇനിയിപ്പൊ തൽക്കാലം വേറൊന്നും ആലോചിക്കാനില്ല. ജ്യോതി ബെഡ്റൂമിൽ ചെന്ന് കഥ കടച്ചു കിടന്നോളൂ. അയ്യോ അത് വേണ്ട, ഞാൻ ഇവിടെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തോളാം. അത് ശരിയല്ലല്ലോ, എന്തായാലും ജ്യോതി ഗസ്റ്റ് അല്ലേ. പ്ലീസ് റാം പോയി കിടന്നോളൂ, ഞാൻ ഇവിടെ സെറ്റിലായി കഴിഞ്ഞു. ഗുഡ് നൈറ്റ്. എന്തായാലും കഥ കടച്ചേക്കാം, എന്റെ കൂർക്കമ്പലി കേൾക്കണ്ട. ഗുഡ് നൈറ്റ്. ബെല്ലടിച്ച് ഞാനാ. വാതില് തുറന്ന ഉടനെ എന്നെ കണി കാണണ്ടെന്ന് കരുതി കൊഞ്ചം മാറി നിന്നതാ. ഞാൻ സെക്യൂരിറ്റി, മലയാളിയാ. പാല് സാധാരണമാ പാൽ പാക്കറ്റ് ഞാനിവിടെ വെച്ചിട്ട് പോകും. എന്താ മേഡത്തിന്റെ പേര്? ജ്യോതി. ഞാൻ കേൾക്കുമ്പോഴെല്ലാം നാട്ടിൽ പൊണ്ണു പാത്തിട്ടിருக்கு എന്ന് പറയും. ഇതെന്നോട് പറഞ്ഞതേ ഇല്ല. നാടെവിടെയാ? നാട് ആലുവക്കടുത്ത. എന്റെ വീട് മാടായി. വീട് മാടായോ? വീട് മാടായതല്ല, എന്റെ വീട് കണ്ണൂർ ജില്ലയിൽ മാടായി എന്ന സ്ഥലത്താ. ഞാൻ പണ്ടിവിടെ മലയാള പടത്തിൽ നടിക്കാൻ വന്നതാ. എന്നിട്ട് അങ്കിയെല്ലാം മുഖം കാണിച്ചു. ഓടയിൽ നിന്ന് പടത്തില് സത്യമാഷ് റിക്ഷാവണ്ടി ഒറ്റക്കാലം കൊണ്ട് ഇങ്ങനെ തട്ടി ഒറ്റക്കൈ കൊണ്ട് പിടിച്ച് ഒരു ബീഡി കത്തിക്കണ സീനുണ്ട്. ആ ബീഡി ഞാൻ കൊടുത്തതാ. അരുണാചല സ്റ്റുഡിയോ പ്രൊഡക്ഷൻകാര് സമയത്തിന് ബീഡി എത്തിക്കണ്ടേ, അതുകൊണ്ട് ഞാൻ കൊടുത്തു. സത്യമാഷ് എന്നാ നടിപ്പ്. ഇപ്പോഴും ടി വിയിൽ ഓടയിൽ നിന്ന് വരുമ്പോ എന്റെ ആ ബീഡി ഞാനിങ്ങനെ നോക്കും. എനിക്ക് റെഡി ആവണം ഓഫീസിൽ പോകാൻ. ഓ ശരി ശരിയല്ലേ. എക്സ്പെൻഡിച്ചർ ഷെയർ ചെയ്യുന്നോണ്ട് നമുക്ക് വേണമെങ്കിൽ ഒരു ജോലിക്കാരിയെ വെക്കാവുന്നതാണ്. കുക്കിങ്ങിനൊക്കെ ഒരുപാട് ടൈം വേസ്റ്റ് ആവുന്നുണ്ട്. ഇവിടുത്തെ ജോലിക്കാരികൾക്കൊന്നും ഒരു വൃത്തിയും വെടിപ്പില്ല. പക്ഷെ അവരുടെ മനസ്സ് നല്ലതാ. മനസ്സുകൊണ്ടാണോ കുക്ക് ചെയ്യുന്നത്? ജ്യോതിക്ക് എവിടെ നിന്ന് കിട്ടി ഹ്യൂമർ സെൻസ്? ഹ്യൂമർ അല്ല, കാര്യം പറഞ്ഞതാ. ഇത്രയും നല്ല സ്ഥലം ഉണ്ടായിട്ടാ ചുമ്മാ ലോണ്ടറിക്കാരന് കാശ് കൊടുക്കുന്നത്. ഏതായാലും എല്ലാം ഷെയറിംഗ് അല്ലേ. അടുത്തൊരു മാസം വേണമെങ്കിൽ ബെഡ്റൂം ജ്യോതി ഉപയോഗിച്ചോ. ഞാനത് എങ്ങനെ പറയാന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ബെഡ്റൂമിൽ കിടക്കുന്നതാ എനിക്കിഷ്ടം.
പക്ഷെ കട്ടിലും കിടക്കുക എന്റെയാ. അതിന് വാടക എക്സ്ട്രാ തരാം. ദേ എന്നെ അത്ര വലിയ ഷൈലോക്ക് ആക്കണോ? റാമിന്റെ ഇഷ്ടം. എന്റെ അച്ഛൻ ആർമിയിൽ കേണലായിരുന്നു എന്ന് പറഞ്ഞില്ലേ? ആർമിക്കാരുടെ സ്ട്രിക്ട്നെസ് അറിയാലോ, അത് കുറച്ച് എനിക്കും കിട്ടിയിട്ടുണ്ടാവും. ഇനി സ്ട്രിക്ട്നെസ് ഓവറായിട്ട് എന്നെ ഈ ഫ്ലാറ്റിൽ നിന്ന് പിടിച്ച് പുറത്താക്കുവോ? ആ നന്ദികേട് ഞാൻ കാണിക്കില്ല. അതെ, ഒരു ദിവസം മുഴുവൻ സോപ്പ് പൊടിക്കകത്ത് കിടന്നതാ, പിന്നെ ഇട്ട് കൂന്ന് കാണിച്ചോണ്ടിരുന്നത് കീറിപ്പോവും. നീ കൊണ്ടുവന്നേ, ഞാൻ അലക്കി തരാം. ഒരു മണ്ണാങ്കട്ടെ അറിയില്ല. അയ്യേ, എന്റെ ഡ്രസ്സിൽ ഞാൻ വാഷ് ചെയ്തോളാം. ഇതെന്താ? ഓ, പെമ്പിള്ളേരുടെ ആണല്ലേ? ആ, ഈ ആഴ്ച അമ്മ അയച്ചു തന്ന ജാതകപ്പൊരുത്തമുള്ളവരുടെ രണ്ടാമത്തെ സെറ്റ് ഫോട്ടോസാ. ഓ, അത് ശരി. ഈ കുട്ടി ഓവർ ഇന്റലിജന്റാ. റാമിനെ വിഴുങ്ങിക്കളയും. ഞാനെന്താ മണ്ടന? എന്ന് ഞാൻ പറയില്ല, പക്ഷെ അഡ്ജസ്റ്റ് ചെയ്യാൻ പാടായിരിക്കും. ആ കൂട്ടത്തിലെ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ഫോട്ടോ ഉണ്ട്, അതേതാന്ന് പറ. ഉം. ഇത് തനി കഥകളി രൂപം. ഇതല്ല. ഓ, ഇത് നോൺ സ്റ്റോപ്പ് കോൺവെർസേഷൻ പാർട്ടി വായാടി. ഉം. യെസ്, ഇതാണ് റാമിന് ഇഷ്ടപ്പെട്ട ആള്. ഓ, ജ്യോതി ഞാൻ സമ്മതിച്ചു തന്നിരിക്കുന്നു. മൈൻഡ് റീഡിംഗ് എക്സ്പെർട്ടാ ഞാൻ, അറിയോ? പക്ഷെ റാം, ഞാൻ വോൺ ചെയ്യുന്നു, ഈ കുട്ടി ഭയങ്കര പ്രശ്നക്കാരിയായിരിക്കും. എന്നുവെച്ചാ ഈഗോ, താങ്ങാൻ വയ്യാത്ത ഈഗോ. റാമിനെ പോലൊരു പാവം പൂച്ചക്കുട്ടി പെണ്ണാ നല്ലത്. എന്നെ പോലൊരെണ്ണം. ഇതൊക്കെ ഇന്ന് തന്നെ തിരിച്ചയച്ചോളൂ. റിജക്റ്റഡ്. റിജക്റ്റഡ്. റാം, ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാണ്. ജ്യോതി എന്റെ പേഴ്സ് കണ്ടോ? പേഴ്സ് എവിടെയാ വെച്ചെന്ന് വെച്ചാ അവിടെ നോക്കിയാ മതി. കണ്ടെങ്കിൽ ഒന്ന് പറയുന്നേ. ദേ, ഞാൻ വേഷം പോലും മാറിയിട്ടില്ല കേട്ടോ. ഒന്ന് മുറിയിൽ നിന്ന് ഇറങ്ങുന്നുണ്ടോ? ആ, കിട്ടി 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 കിട്ടി. ഓ ദൈവമേ, ലേറ്റായി. അയ്യോ, ബുൾസൈ എവിടെ? ബുൾസൈക്ക് ഇപ്പോഴാണോ പറയുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞിരുന്ന. കുന്തം പറഞ്ഞു. സംഗതി ആകെ അവതാളത്തിലായി തോന്നുന്നത്. പുറത്തൊരു ഭൂകമ്പം ഉണ്ടായാലും കഥവ് തുറക്കരുത്. എന്താ? ഒരു വൻ കുരിശ് പുറത്തു വന്ന് നിൽക്കുന്നുണ്ട്. എന്റെ അമ്മാവന്റെ മകൻ കേറി കഥ അടച്ചോ. ഈ പണ്ടാറ്. പാലിന്റെ കാശ്. അയ്യോ, ഗോപിയേട്ടനല്ലേ ഇത്? പാൽക്കാരനാണെന്ന് വിചാരിച്ചല്ലേ ഞാൻ കാശെടുക്കാൻ പോയത്. തനി ഗോപിയേട്ടന്റെ രൂപ ഞങ്ങളുടെ പാൽക്കാരന്. ഒരു ഗോപിയേട്ട വരൂ. ഈശ്വരോ രക്ഷ, മനസ്സ് നിറഞ്ഞു. എത്ര നാളായിട്ട് കൊതിക്കുന്നതാ എന്റെ രാമുവിനെ ഒന്ന് നേരിൽ കാണാൻ. ചോറ്റാനിക്കരയും ഗുരുവായൂരും പോയിരുന്നു. രാമുവിന് നന്മ വരുത്തണേന്ന് ഹൃദയമൊരുക്കി പ്രാർത്ഥിച്ചു. ഇതാ പ്രസാദം. അല്ല, അത് ഗോപിയേട്ടൻ നിരീശ്വരവാദിയായിരുന്നല്ലോ. ശപിക്കപ്പെട്ട ആ ഇരുണ്ട കാലഘട്ടത്തെപ്പറ്റി എന്നെ ഓർമ്മിപ്പിക്കാതിരിക്കൂ രാമു. കർമ്മകാണ്ഡങ്ങളുടെ അഗ്നിപരീക്ഷകളിലൂടെ കടന്നു പോകുമ്പോഴേ ആ ലോകനാഥന്റെ സാന്നിധ്യം നമ്മൾ അറിയൂ. ഏവം സേതുമാധവം മുകുന്ദം കുംഭീതലേ ഗ്ലാനിർഭവതി ഭാരതി. ഗോപിയേട്ടൻ വേറെ എവിടേക്കെങ്കിലും തീർത്ഥാടനത്തിന് പുറപ്പെട്ടതാണോ? എല്ലാ തീർത്ഥാടനവും കഴിഞ്ഞു. ഇനി എന്റെ രാമുവിന്റെ കൂടെ കുറേ നാളൊന്ന് വിശ്രമിക്കണം. ഇവിടെയാ? രാമു എവിടെയാന്ന് വെച്ചാൽ അവിടെ. ഞാൻ ഇവിടുന്ന് പോവുക. ഞാനും കൂടെ വരാം. എവിടേക്ക്? എവിടേക്കായാലും അവിടെയൊക്കെ ദൈവങ്ങളും ക്ഷേത്രങ്ങളും ഒക്കെ കാണുമല്ലോ രാമു. ഞാൻ ഗൾഫിലേക്കാ പോകുന്നത്. അവിടെയും ക്ഷേത്രങ്ങൾ പണിതുയർത്തി കഴിഞ്ഞു. വട്ടപ്പാറ ഗംഗാധരൻ ഒമാനിലെ ഹിന്ദു ക്ഷേത്രത്തെ പറ്റി എന്നോട് എന്തുമാത്രം സംസാരിച്ചിരിക്കുന്നു. അതല്ല, ഗൾഫിലേക്ക് വന്ന നാട്ടിലുള്ള ഭാര്യയും മക്കളും ഒക്കെ അവരെ ഞാൻ ഈശ്വരനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഏത്, നമ്മുടെ പിഷാരടിയുടെ മോനീശ്വരനെ? അല്ല, അഖിലാണ്ട മണ്ഡലത്തിനും അധിപനായ ജഗദീശ്വരനെ. ഓ, അപ്പൊ നാട് വിട്ടു പോകുന്നതാണല്ലേ? നാടൊരു സങ്കല്പം മാത്രമാണ് രാമു. 7 വൻകരകളിലായിട്ട് എത്രയോ കോടി ചതുരശ്ര കിലോമീറ്റർ ചുറ്റളവുള്ള ഈ ഭൂമിയിൽ എനിക്കൊരു സെന്റ് ഭൂമിയില്ല രാമു. പിന്നെന്ത് നാട്? ഈശ്വര ഭഗവാനെ, എൻ്റെ അച്ഛന് നല്ലത് മാത്രം വരുത്തണേ. സ്വത്ത് പാർട്ടീഷൻ ചെയ്തപ്പോ പരമദുഷ്ടനായ ആ മനുഷ്യൻ എനിക്കൊരു തുണ്ട് ഭൂമി തന്നില്ല രാമു. ഈശ്വര ഭഗവാനെ, അച്ഛന് നല്ലത് മാത്രം വരുത്തണേ. അയാളെ ഞാൻ കോടതി കയറ്റും. പക്ഷെ വക്കീലിന് കൊടുക്കാനുള്ള ഒരു ചില്ലി കാശ് പോലും എൻ്റെ ഇല്ല രാമു. ഏതായാലും ഗോപിയേട്ടൻ പെട്ടെന്നൊരു കുളിക്ക്. ഞാൻ തീവണ്ടിയിൽ നിന്ന് കുളിച്ചതാ. പക്ഷെ ഒട്ടും വൃത്തിയായിട്ടില്ല. നമുക്ക് ഓഫീസിൽ പോകാനുള്ളത് അതുകൊണ്ടാ.
നല്ല നാറ്റുണ്ട്. സോപ്പിട്ട് തന്നെ കുളിച്ചോളൂ. കയറിക്കോളൂ കയറിക്കോളൂ. അകത്തുനിന്ന് കഥ അടച്ചോളൂ. കുറ്റിയിട്ടോളൂ കുറ്റിയിട്ടോളൂ. എന്നെ വിളിച്ചോ? ഇല്ല, ഞാനിങ്ങനെ വെറുതെ താളം പിടിച്ചതാ. ഗോപിയേട്ടൻ പൊക്കോളൂ. ഇതുവരെ റെഡിയായില്ലേ? വേഗം അയാൾ ഇപ്പൊ പുറത്തേക്ക് ഞാൻ തരാം. എന്റെ watch എന്തിയെ? വാച്ച് എന്റെ കയ്യിലുണ്ട്. ഇനി എന്താ? ഫയല്, ഫയല്, ഫയല്. ഇതല്ല, അത്. എന്റെ ഷോള്. ചോള് വാ, ഞാൻ തരാം. അയാളെ ഒരു കണക്കിന് ബാത്റൂമിൽ കയറ്റി കഥ അടച്ചിരിക്കുക. ഞാൻ പോയിട്ട് കഥ തുറന്ന് കൊടുത്താ മതി. ഞാൻ പൊയ്ക്കോട്ടെ. ഓക്കേ, പുറത്ത് പോയിട്ടാ പോ. ഗ്യാസ് ഓഫ് ചെയ്ത് നോക്കണേ. വേഗം പുറത്തിറങ്ങ്. ഏയ്, റാം, ചെരുപ്പ്. ഇതെനിക്കെന്തിനാ പുഴുകി അയാളെ പറഞ്ഞയച്ചിട്ട് ഓഫീസിലേക്ക് വരണേ. ഇവിടെ ഒരു സ്ത്രീ ശബ്ദം കേട്ടല്ലോ. കേട്ടൂലേ? ആ. ഞാനും കേൾക്കാറുണ്ട്, ഇടയ്ക്ക് കാണാറുമുണ്ട്. മുമ്പ് ഇതിനകത്തൊരു പെൺകുട്ടി തീ കൊളുത്തി ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. പീഡനം, സ്ത്രീധന പീഡനം. അവളുടെ പ്രേതം ചിലപ്പോ രാത്രിയിൽ ഇങ്ങനെ കഴുത്തിനെ പിടിക്കാൻ വരും. അതുകൊണ്ടല്ലേ ഞാൻ ഇവിടുന്ന് മാറുന്നത്. ഗോപിയേട്ട വേഗം റെഡിയാവും, ഓഫീസിൽ പോകാൻ വൈകും. അല്ല, ഇതിലെ അപ്പുറത്ത്. ഗുഡ് മോർണിംഗ്. വാ. രാമു സാർ ഇന്ന് നേരത്തെയാണല്ലോ. ഇതാരാ സാറേ? നാട്ടിൽ നിന്നുള്ള പുതിയ ഇറക്കുമതിയാണോ? അതെ, വൈകുന്നേരം കയറ്റുമതി ആയിക്കോളൂ. ഇന്നോ? എന്റെ രാമു, എന്റെ പ്രശ്നങ്ങള് അറിയാം, പക്ഷേ എനിക്കിവിടെ നിന്ന് തിരിയാൻ നേരമില്ല. ഞാൻ നിന്നെ ജോലിയിൽ സഹായിക്കാം. സഹായിക്കാൻ സിവിൽ എഞ്ചിനീയറിംഗ് പഠിച്ചിട്ടുണ്ടോ? ഗോപിയേട്ടൻ ഒരു കാര്യം ചെയ്യ, ഇവിടെ ഇരിക്കും. ചിക്കൻ ബിരിയാണി എവിടെ കിട്ടും? ഉച്ചക്ക് മതി. തനിക്ക് ഏതെങ്കിലും തുക്കട ലോഡ്ജറിയെങ്കിലും ഒരു മുറി ശരിയാക്ക്. ഈ മാരണം പെട്ടെന്ന് ഒഴിഞ്ഞു പോകും തോന്നുന്നു. ആരെങ്കിലും ഒരു ചായ തന്നിരുന്നെങ്കിൽ. ഗുഡ് മോർണിംഗ് സാർ. അയ്യോ, ഒന്നും ചെയ്യരുത്. അടിക്കരുത്, അടിക്കരുത്. പുതിയ ആളാ, എന്റെ ബന്ധുവാ, നാട്ടിൽ നിന്ന് വന്നതാ. തന്നെ ബന്ധുവാണോ? വെളി വരാൻ പോയി കാമറോ. സാർ പെട്ടി. ഓ